മല്ലു 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 മല്ലുവാണു താരം മല്ലുവാണു താരം മ്യാവ് മ്യാവ് മല്ലു വൗ വൗ മല്ലു ഇയാഹോ നേരം വെളുത്ത് മണി 8 കഴിഞ്ഞു. എന്നിട്ട് വരെ വിഴിഞ്ഞ പെരുമ്പാവനെ പോലെ കിടന്ന് ഉറക്കവാ. ബാക്കിയുള്ള ഒരു രാത്രി മുഴുവൻ ഉറക്കം അടച്ച് നൈറ്റ് ഡ്യൂട്ടിയും ചെയ്ത് വരുന്ന എന്റെ മേരിക്കുട്ടി നല്ലൊരു സ്വപ്നം കണ്ട് കിടക്കുകയാണ്. നീ അതിന്റെ സകല രസവും ഞാനില്ലാത്ത നേരത്തെ വല്ലവളുമാരെയൊക്കെ സ്വപ്നം കണ്ടോട് വെള്ളം വിഴുങ്ങി കിടക്കുക. ഇങ്ങനെ നാണമില്ലാത്ത ഒരു മനുഷ്യൻ. മേരിക്കുട്ടി വെളുപ്പിന് നിനക്ക് എന്നോത്തിന്റെ അസുഖ, നിനക്ക് എന്നാ വേണം? ഓ, എനിക്ക് വേണ്ടതൊക്കെ തരാൻ നിങ്ങളെന്നാ ബ്രഹ്മാവാണ്. രാത്രി മുഴുവൻ എരുമയെ പോലുള്ള ഓരോന്നിനെ വലിച്ചും പൊക്കി ഇവന്റെ നട്ടല്ലിന്റെ കണ്ണി പറഞ്ഞു. അതുപോലെ ഇവിടെ ഉള്ളവർക്കും അറിയണം. അപ്പൊ അതാണോ കാര്യം? നീ ആ യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് വാ. അപ്പച്ചൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ സഞ്ജീവിന് തലയിട്ടേ ഞാനൊരു പിടി പിടിക്കാം. അയ്യടാ മനമേ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേക്ക്. സ്വന്തം കാര്യം സിന്ദാബാദ്. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത ഒരു മനുഷ്യൻ. ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോ നിനക്ക് തെറ്റിദ്ധാരണയാ. നീ നന്നാകത്തില്ലടി. അയ്യോ, ഒരു പഞ്ചപാവം. കൊല്ലം കുറേ ആയില്ല ഞാനിത് കാണുന്നു. പാല് വെക്കുമ്പോഴറിയാം. നിനക്ക് വേണമെങ്കിൽ പിന്നെ എനിക്കെന്നാ, നീ പോയി കുളിക്കാൻ നോക്ക്. ഡേ, മാത്തം മലക്കത്തോളം വീണ്ടും മലക്കാനല്ല പറഞ്ഞത്. എൻ്റെ കാറിൻ്റെ പെട്രോൾ തീർന്നു. നിങ്ങൾ പോയി ഇച്ചിരി പെട്രോൾ അടിച്ചോണ്ട് പോവാം. നിനക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെ അടിച്ചോണ്ട് പോന്നാ പോരായിരുന്നു? പെട്രോളിൻ്റെ വില സുനാമി ഇടിച്ചു കയറുന്ന പോലെ നിമിഷത്തിനല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വരുന്ന വഴിക്ക് എല്ലാ ഗ്യാസ് സ്റ്റേഷനിലും നോക്കി. ആ വിയറ്റ്നാമിയുടെ കടയിൽ 2 സെന്റ് കുറവാണ്. നിങ്ങൾ അവിടെ പോയാൽ മതി. എൻ്റെ അവിടെ വരെ പോകണമെന്നുണ്ടെങ്കിൽ 7 മൈൽ വണ്ടി ഓടിക്കണ്ടേ? അതിന് ഗ്യാസ് ചിലവാകത്തില്ലേ? പിന്നെ എന്നാ ലാഭം ഇരിക്കുന്നേ? ഓ, ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വന്നിരിക്കുന്നു. 2 സെന്റ് എങ്കിൽ 2 സെന്റ്. എനിക്ക് അത് വലുതാ. ഞാൻ നടുവടിച്ചുണ്ടാക്കുന്ന കാശാ. നിങ്ങൾക്ക് അതിൻ്റെ വില അറിയത്തില്ല. എൻ്റെ മേരിക്കുട്ടി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച 12 ഗുണം 2 24 സെന്റിന്റെ ലാഭമുള്ളത്. അതിനുവേണ്ടി 7 7 14 മൈൽ ഞാൻ വണ്ടി ഓടിക്കണം. ഡേ, നിങ്ങൾ എന്നെ വലിയ കണക്കൊന്നും പഠിപ്പിക്കേണ്ട. കാലത്തെ എൻ്റെ തല ചൂടാക്കാതെ വേഗം പോയി പെട്രോൾ അടിച്ചുകൊണ്ട് പോവാ. നീ പിടിച്ച മുയലിന് കൊമ്പ് 3 ആണല്ലോ പോയേക്കായത്. ഡേ, നിങ്ങളുടെ അമ്മാച്ചൻ്റെ മോനാന്ന് പറഞ്ഞാൽ ജോയിയുടെ കടയിൽ നിന്ന് പെട്രോൾ ഒന്നും പഠിക്കണ്ടാവട്ടോ. അവൻ്റെ കട വില കൂടുതൽ. അത് ശരി. അവന്റെ കടയിൽ അന്ത്യവിതാശ കഴിഞ്ഞ് കിടക്കുന്ന പാലൊക്കെ നിനക്ക് വേണം തൈരുണ്ടാക്കാൻ. നിന്റെ അവശിഷ്ടം വല്ലോ ആന്ധ്രപ്രദേശ് ഇനി കൊണ്ടോടി. ഓ, അതാണ് ഇപ്പം ഇത്ര വലിയ കാര്യം. എക്സ്പയറി ആയ കുറച്ച് പാലോ മറ്റോ തരുന്നെന്നും പറയും. അതിനവൻ ഞായറാഴ്ച ഓരോ ഇവിടെ വന്നേ തൈരും മോരും ഒക്കെ ഒഴിച്ച് വെട്ടിവാരി വിഴുങ്ങുന്നില്ലേ? എന്റെ മേരിക്കുട്ടി, നീ ഒരു ചേറ്റത്തരം പറയാതെ. അവൻ എനിക്ക് ആകെയുള്ള ഒരു അമ്മാച്ചന്റെ മോന. നീ ജോലി ചെയ്തുണ്ടാക്കുന്നതിന്റെ 4 ഇരട്ടി കാശ് അവൻ ഉണ്ടാക്കുന്നുണ്ട്. അവന് നിന്റെ എച്ചിലൊന്നും വേണ്ട. ഓ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാരെല്ലാം വലിയ മുഴുത്ത ആൾക്കാരാ. ഇതൊക്കെ കേൾക്കും എനിക്കെന്റെ സ്വഭാവം ചൊറിഞ്ഞു വരുന്നു കേട്ടോ. മമ്മി, സ്കൂളിൽ പോയ സമയായി. വിശക്കുന്നു. എന്തെങ്കിലും തിന്നാതാ. നിങ്ങളാ പിള്ളേർക്ക് ഇതിന് വല്ല സീരിയലോ വല്ല എടുത്തു കൊടുക്കുക. എടി, ഞാൻ കൊടുത്താലൊന്നും അവർക്ക് ഇഷ്ടമാകത്തില്ല. ഏതായാലും നീ താമസിച്ചു. താഴെ പോയി അവർക്ക് വല്ലതും കഴിക്കാൻ എടുത്തു കൊടുത്തിട്ട് നീ വന്ന് കുളിക്കാൻ നോക്ക്. അയ്യോ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത ഒരു മനുഷ്യൻ. എന്റെ കണ്ണടയുമ്പോ അപ്പനും മക്കളും കഴിച്ചോളും. എന്നേടി, ആ സീരിയൽ മറ്റേ എടുത്തിട്ട് നിന്റെ കൈ ഒടിഞ്ഞു പോയോ? ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരുപോലെ കണ്ണടച്ചാതെ വന്നതാ. എല്ലാത്തിനും എന്റെ കൈ ചെല്ലണം.
എന്നാ കഴിച്ചോണ്ടല്ലോ സ്കൂളിൽ പോകാൻ നോക്ക. ഈ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്ക. ഇവിടെ ഒരെണ്ണത്തിന് കൈ പൊങ്ങത്തില്ല. എടി നീ ഒരു പെൺകൊച്ചാ, പിന്നെ മാത്രം പഠിച്ചാൽ മതിയോ? പലപ്പോഴും സമയം കിട്ടും ഈ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ്ടേ? എല്ലാത്തിനും എന്റെ കൈ ചെല്ലണം. മമ്മി, എനിക്ക് ഇന്ന് സോക്കർ പ്രാക്ടീസ് ഉണ്ട്. ഈവനിങ് പിക്ക് ചെയ്യണം. ആ, നീ ആ കുന്തത്തിനും കൂടെ പോയുള്ള കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചോണ്ട് പോകും. നീ ഒന്നിനും പോകണ്ട, മര്യാദയ്ക്ക് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാൽ മതി. മമ്മി, ഇറ്റ്സ് ഓൺലി 2 days a week. ഡാഡി എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ഓഹോ, അപ്പൊ അപ്പനും മക്കളും കൂടെ ഒത്തു കളിച്ചോണ്ട് എന്നെ വെറും മണ്ടിയാക്കുക അല്ലേ? എനിക്ക് യാതൊരു വിലയുമില്ല. ആ, ഡാഡി പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിലേ ഡാഡിയോട് പറ പിക്ക് ചെയ്യാൻ. ആഹാ, എടി നീ അങ്ങോട്ടൊന്ന് മാറിയിരുന്നു, നിന്നൊന്ന് നടുവൊടിഞ്ഞു ബാക്കിയുള്ളത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. മമ്മി അറിഞ്ഞോ, നമ്മുടെ പള്ളി വേണ ലിസി ആൻറ്റി ഇല്ലേ, ആ ആൻറ്റിയുടെ മോള് വീട് മാറി ഇപ്പൊ അപ്പാർട്ട്മെന്റ് ബോയ് ഫ്രണ്ടിന്റെ കൂട്ടത്തില. ഓ എൻ്റെ പരിമല തിരുമേനി, ആ ലിസിക്ക് അങ്ങനെ തന്നെ വരണം. എന്തൊരു പത്താസായിരുന്നു അവക്ക്. സർവ്വരെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള അവളുടെ ആ പൊങ്ങച്ചം കണ്ടാലും മൂന്നൊക്കെ ഒരു പൂശു പൂശാന്ന്. ഇനി ഏതായാലും അവളുടെ പത്തിയൊന്നറിഞ്ഞു. അതുകൊണ്ട് നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞടി? ഓ മമ്മി, ഞാനത് ഫേസ്ബുക്കിൽ കണ്ടയാ. ഡേ, ഓരോ കോലേ കയറി പെമ്പിള്ളേർ ഓരോ തോന്നിയാസം കാണിക്കുന്ന കണ്ടോണ്ട് വേണ്ടാതീനും വല്ലതും കാണിച്ച മമ്മിയുടെ സ്വഭാവം നിനക്കറിയാലോ. അടിച്ച് നിന്റെ മുട്ടുകാരെ ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാ. ഓ, ഇതാ ഞാൻ മമ്മീൻ്റെ അടുത്ത് ഒന്നും പറയാത്തെ. എന്ത് പറഞ്ഞാലും ചാടിക്കടിക്കും. കഴിച്ചു കഴിഞ്ഞെങ്കിൽ വാ മക്കളെ, ഞാൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാം. എന്തോന്നിന്? അവർക്ക് സ്കൂൾ ബസ് ഇല്ലേ? ഈ അന്യായ കളിക്കുന്ന അതിനും കൂടെ പെട്രോൾ കത്തിക്കണോ? ഓ മമ്മി, ഞങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ ബസ്സിൽ പോണേയല്ലേ. ഓ, ഇങ്ങനെ ഒരു മമ്മി. എടി തറുതല പറയാതെ വേഗം വല്ലതും കഴിച്ചോണ്ട് ഓടിക്കോ, ബസ്സിനുള്ള സമയമായി. ആ ദേ, കാപ്പി എവിടെ ഇരിക്കുന്നു, വേണം എടുത്ത് കുടിക്കും. ഇനി അതിനും എൻ്റെ കൈ പൊങ്ങണമായിരിക്കും. സമയം കളയാ, വേഗം ചെല്ല്, അല്ലെങ്കിൽ ജോലി എക്സ്പയർ ആയ പാല് മുഴുവൻ എടുത്ത് റാഷിൻ്റെ അകത്ത്. തോമസ് കുടിച്ചേ, കുറെ നാളായാലോ കണ്ടിട്ടെ. എന്നാ പറയാനാണ് നേരം കിട്ടണ്ടേ? ഞാൻ നടന്ന പ്രയോജനവും ഇല്ല, വാങ്ങിക്കാൻ നേരവും ഇല്ല എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ കാര്യം. എൻ്റെ ജോയി ഈ ടെലിമാർക്കറ്റിംഗ് പോലെ ഇത്ര മാറിയ ഒരു പണി. ഹോ, ഒരു ദിവസം എത്ര എണ്ണത്തിൻ്റെ വായി കയറി ഞാൻ നിരങ്ങണ്ടെന്ന് അറിയാമോ? ചിലരുടെയൊക്കെ വർത്തമാനം കേട്ടാ ഓട്ടിച്ചിട്ട് തൊഴിക്കാൻ തോന്നും. ആ പിന്നെ പിള്ളേരെ വളർത്തണ്ടേ, അതുകൊണ്ട് കടിച്ചു പിടിച്ചങ്ങ് പോവുക. ആ, തോമസ് കുടിച്ചാലേ കൊയ്ത്തല്ലേ, നേരിക്കുട്ടിയാകുമ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്ത് വാരി കൂട്ടുകയല്ലേ. അതുകൊണ്ടല്ലേടാ ഇങ്ങനെ തട്ടുമുട്ടിയൊക്കെ പോകുന്നത്. ഈയിടെയായിട്ട് അതും മടുപ്പാ. ഇവിടെ സാമ്പത്തികമാണെന്നും കാരണം ആശുപത്രി രോഗികളൊന്നും വരുന്നില്ലെന്ന്. ആ, നിനക്കിപ്പം ചാകരയല്ലേ, പെട്രോളിന്റെ വില തൃശ്ശൂർ പൂരത്തിന് വാണം പോകുന്നല്ലേ കയറി പോകുന്നത്. ആ, അതുകൊണ്ടൊന്നും വലിയ ഗുണമില്ല എൻ്റെ തോമസ് കുടിച്ചായ. ഒരു കാലം ഗ്യാസ് വിറ്റാൽ വല്ല നക്കാപ്പിച്ചാണ് കിട്ടുന്നത്, അതും വലിയ ഓയിൽ കമ്പനിക്കാരാണ് കൊണ്ടുപോകുന്നത്. പിന്നെ വല്ലതും കിട്ടുന്ന വല്ല ബീറും സിഗരറ്റൊക്കെ വിൽക്കുമ്പോഴാണ്. ഇവിടെ എക്സ്പയറി ആയ പാല് നീ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പെണ്ണും പിള്ളേ എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കത്തില്ല. ആ, അമ്മമ്മേനെ കുറച്ചുമ്പോൾ വിളിച്ച് പറഞ്ഞായിരുന്നു ആ കാര്യം. ഞാൻ എടുത്ത് ഡംപ് ചെയ്യാൻ വെച്ചേക്ക് വരുന്നു. ഞാൻ കൂടറിൻ്റെ സൈഡിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഹായ്, I'm doing good. How are you? എന്തൊരു നോട്ടോ തന്നെ നോക്കിട്ട് ഞാൻ നോക്കുന്നു. എടാ ജോയി, ഇത് ഏതെന്തോട്ടത്തിൽ കുറ്റം പറിച്ച് വരുന്നോണ്ടല്ലോടാ. എന്റെ പൊന്ന് തോമസ് പിടിച്ചേ, അവളെ കണ്ണുകൊണ്ട് നോക്കി പീഡിപ്പിക്കാതെ. ഇവളൊക്കെ പിന്നെ ഏത് തിരക്കാരും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ കണ്ട എങ്ങനെടാ നോക്കാതിരിക്കുന്നത്? യോ എന്റെ കൊച്ചു തിരുമേനി, ഇവൾ എന്റെ പരിശുദ്ധത കളങ്കപ്പെടുത്തുമെന്നാ തോന്നുന്നത്. ഓ, ഇതൊക്കെ കണ്ട് എന്റെ കണ്ണങ്ങ് ഫീസ് അടിച്ചിരിക്കുക. ആ, ഇതൊക്കെ പിന്നെ നല്ല മാന്യമായ വേഷമല്ലേ തോമസ് പിടിച്ചേ. ഇനി സമ്മർ ആയാൽ കാണാം എരുമകളെ പോലെ ഓരോന്ന് അരയ്ക്കൊരു ത്രികോണം കെട്ടി വന്ന് കയറും. എന്നാലും നിന്റെ ഒരു യോഗം ഒന്നുമല്ലെങ്കിൽ ഒരു നയന സുഖമെങ്കിലും ഇല്ലേ? ഞാനത് മുട്ടി നോക്കട്ടെ. എന്റെ അച്ഛേ, കുലുമാലൊന്നും ഉണ്ടാക്കല്ലേ. चोरी चोरी किया रे दिल लिया रे चोरी चोरी किया रे दिल लिया रे जादू से जादू किया रे जागे सोई रहूं खोई खोई रहूं उसकी यादों में उसके. Hey, how are you doing? Good, how you doing? I'm pretty good. You find everything okay? Oh yeah, you shopping. Hi, ma'am. Hi, how are you?
I'm pretty good. Nice dress. Oh, thank you very much. You look very attractive. Thank you. Hey, is there anything I can help you with today? I think I'm actually gonna get a 6-pack of Bud Light. Oh, no problem. I will get it for you. Great. Thanks so much. Anything else? No, that's all. Hey, how you doing? I'm good. How are you? I'm doing good. That's it? I'm also going to have a pack of Marlboro menthols. Can you see ID, please? Oh. I actually left it. Do you want me to go out and get it? Yeah, sure. Yeah? അവളെ കണ്ടറിയത്തില്ല അവൾക്ക് പ്രായപൂർത്തിയായി. എന്താ വെച്ചാൽ അവൾക്ക് 21 വയസ്സില്ലെങ്കിൽ നമ്മളെ കുഴയുന്നത്. അവൾക്ക് പ്രായപൂർത്തിയായതാണ്. Ma'am, come back. You get your beer. Okay, here you go. It's gonna be $15.72. Oh, okay, great. Thank you. Here you go, receipt for you. Great. Thanks All so right, much. Thank you. Have a good day. You too. Bye. Crazy Kiare, crazy Kiare, oh crazy, crazy Kiare. So he sold you the beer and cigarettes? Yeah. You check your ID? No. All right, let's get him. All right. Hey, how you doing? I'm doing good. How are you? All right. I'm Detective Johnson from the police department. Do you sell alcohol and tobacco products to minors? No, sir. You check all IDs? Yeah, yes, sir. Did you sell alcohol and tobacco products to this young lady? Hi. Yes, sir. Did you check her ID? No, sir. Let me see your ID. How old is she? 17. Is that the legal age to sell? No, sir. No, it's not. I'm gonna have to write you a ticket for that. Oh my God, $500? That's right. എടാ അവന്റെ പോക്കറ്റ് ചില്ലറ വെച്ചിട്ട് പോയി പുറം നോക്കടാ. मैं यहाँ भी गई, मैं वहाँ भी गई. Excuse me, sir. Is there any other way we can settle this down? Let me see that ticket back. There you go. ഞാൻ പറഞ്ഞില്ലേ പോലീസ് നാട്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ചെക്കിളി വാങ്ങിക്കും. Are you trying to bribe me? No, sir. It's gonna cost you another ticket. जब उसकी बात हो, छुए जिया रे. $1,000, sir? Yeah, that's right. And if we catch you doing this again, I'm gonna have to take you to jail. You understand? Sorry, sir. Sexy lady on the floor, keep you coming back for more. Jodi, jodi, Bye. ജോയിയെ പോയോടാ. അയ്യോ പോയി എൻ്റെ കൊച്ചു തിരുമേനിയെ നേർ നാറിയാണ് കണി കണ്ടത്. തോമസ് കുട്ടിച്ചായൻ്റെ ഉദ്ദേശം കേട്ട് എൻ്റെ 1000 പോയി കിട്ടി. എടാ സോറി എടാ, മേരിക്കുട്ടിയോടൊന്നും പറഞ്ഞേക്കരുതേ, അവൾ എന്നെ വാണത്തേക്ക്. ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. ഹലോ, ആ മേരിക്കുട്ടിയെ, ഞാനേ ആ വിയറ്റ്നാമിയുടെ കിടന്ന് ഗ്യാസ് അഴിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരിക, അവിടെ എത്തും. മല്ലുവാണു താരം മല്ലുവാണു താരം മ്യാവ് മ്യാവ് മാലു വൗ വൗ മാലു